മാന്യമഹാജനങ്ങളെ, ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വലിയ രീതിയിലുള്ള മനപ്രയാസം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരുപാട് പേർ കൊഴിഞ്ഞു പോകും. ആരും തന്നെ നമ്മളുടെ കൂടേക്ക് കയറി വരണമെന്നില്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് 2025 ജാനുവരി 1 പുതിയൊരു വർഷത്തിന്റെ തുടക്കമാണ്. ഇനി മുതൽ നിങ്ങൾ എന്നെ സംഘി എന്ന് വിളിക്കരുത് എന്ന് അഭ്യർത്ഥിക്കാനാണ് പോങ്ങൻ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവായി പോങ്ങനെ ഇനി സംഘി എന്ന് വിളിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്, അപേക്ഷയോളം പോകുന്ന അഭ്യർത്ഥനയാണ്. ആ നിലയിലേ അതിനെ കാണാവുള്ളൂ. ഇതുവരെ സംഘി എന്ന വിളിയോട് വളരെ അനുഭാവത്തോടെയാണ് ഈ പോങ്ങൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇനി ആ വിളിക്ക് ഞാൻ ചെവി കൊടുക്കില്ല. അതിന്റെ കാര്യവും കാരണവും ഒക്കെയാണ് തീർച്ചയായിട്ടും പോങ്ങൻ ഇന്നിവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ മനപ്രയാസം ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുൻകൂറായി ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംസാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. രണ്ടായിരത്തി 12-13 കാലത്ത് ഓൺലൈനിൽ സംഖ്യകളുടെ എണ്ണം വളരെ കമ്മിയായിരുന്നു. പരിതാപകരം എന്ന് തന്നെ പറയാവുന്ന അത്ര എണ്ണക്കുറവ്. അക്കാലത്ത് പോങ്ങനൊരു സഖാവാണ്, സഖാവേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ പോങ്ങനെ പതിവായി കേട്ടോണ്ടിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആവർത്തന വിരസത അനുഭവിക്കാൻ ഇടയുണ്ട്. എങ്കിൽ പോലും അല്പം ഒന്ന് കേൾക്കണം, പൂർണ്ണമായിട്ട് സ്കിപ്പാതെ ഒന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം. സഖാവായിരുന്നു എന്നാണ് പോകൻ പറഞ്ഞത്, പക്ഷെ അന്തം കമ്മി ആയിരുന്നില്ല. കാൽപ്പനിക ബുദ്ധിയുള്ള വെറുമൊരു ഊള സഖാവ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കമ്മ്യൂണിസ്റ്റ് ആണെന്നതുകൊണ്ട് തന്നെ പ്രഥമ രാഷ്ട്രീയ വൈരിയായി പോങ്ങൻ ഗണിച്ചത് കോൺഗ്രസിനെ ആയിരുന്നു. സ്വാഭാവികം. മാത്രവുമല്ല, എതിർക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ സ്വാധീനമൊന്നും അക്കാലത്ത് ഇവിടെ സംഖ്യകൾക്ക് ഉണ്ടായിരുന്നുമില്ല. ശരിയല്ലേ? എന്തായാലും 2012-13 കാലമായപ്പോഴേക്കും ജന്മനാ സംഘടിത ബുദ്ധരായിട്ടുള്ള സുഡാപ്പികൾ സമൂഹത്തിൽ മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലും വളരെ ശക്തമായി. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വളർച്ചാമോഹികളും സ്വാർത്ഥബുദ്ധരും ഭാഗികമായി മനുഷ്യരുമായിട്ടുള്ള സഖാക്കളെ അവർ തങ്ങളുടെ ആയുധങ്ങളാക്കി. കേരളീയ സമൂഹത്തെ ഏറ്റവും ദോഷമായി ബാധിച്ച ആ ആയുധത്തിന്റെ പേരാണ് അന്തംകമ്മി. അന്തംകമ്മി ഒരു ആയുധമാണ്, സുഡാപ്പികളുടെ ആയുധം. സുഡുക്കളുടെ ഉച്ഛിഷ്ടവും വിസർജ്യവും തിന്ന് അന്തംകമ്മികൾ സാമൂഹിക സാംസ്കാരിക കേരളത്തെ കശാപ്പു ചെയ്ത് ഹരിത കേരളമാക്കാൻ വേണ്ടുന്ന നീക്കങ്ങൾ തുടങ്ങിയത് പ്രധാനമായും 2012-13 കാലത്താണ്. അതിനു മുന്നേ തുടങ്ങി വെച്ചു, പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയത്, അറിയാൻ തുടങ്ങിയത്. പോങ്ങന്റെ ഒക്കെ ബോധ്യങ്ങളിലേക്ക് അത് പ്രകടമാകുന്ന നിലയിൽ അനുഭവപ്പെട്ടത് ആ സമയത്താണ്. സുഡുക്കൾ സ്പോൺസർ ചെയ്ത അല്ലെങ്കിൽ സുഡുബാധിതരായിട്ടുള്ള പോരാളി ഗോവിന്ദ പിള്ളകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചുമില്ല. സുഡു നിയന്ത്രിതരായ അന്തംകമ്മികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ ശത്രുവായി സംഘികളെ പ്രഖ്യാപിച്ചു. സംഘികളെ എതിർക്കുന്നു എന്ന മട്ടിൽ അവർ ഹൈന്ദവ വിശ്വാസികളെ ഒന്നടങ്കം എതിർക്കാനും തുടങ്ങി. ശരിയല്ലേ പോങ്ങനി പറയുന്നത്? സ്വന്തമായി ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാൻ ത്രാണിയില്ലാതിരുന്ന BJPയെ പ്രഥമ ശത്രുവായി കണ്ട് എതിർക്കുന്നത് ആനമണ്ടത്തരമാണെന്നാണ് പോങ്ങന് തോന്നിയത്. ഈ നിഴൽ യുദ്ധം നടത്തുന്നത് പോലെ ഒരു പണിയാണ്, അതൊരു ആനമണ്ടത്തരമാണെന്നാണ് പോങ്ങന് തോന്നിയത്. 2009 വെറും 6.4% മാത്രമാണ് കേരളത്തിലെ BJPയുടെ വോട്ട് വിഹിതം. 6.4%. ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശമായ ഒരിടത്ത് ഹിന്ദുക്കളുടെ പ്രസ്ഥാനം എന്ന പേരുദോഷത്തോടുകൂടി നിലകൊള്ളുന്ന ഒരു പാർട്ടിക്ക് 6.4% വോട്ട് വിഹിതം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതുപോലെ അവിശ്വാസികളുടെയും അമതസ്ഥരുടെയും പാർട്ടിയായി നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹാഭൂരിപക്ഷം സഖാക്കളും ഹൈന്ദവ നാമധാരികളാകുന്ന സ്ഥിതിയിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹിന്ദുക്കളെ ഒന്നടങ്കം സംഘികളായും വർഗീയവാദികളായും ചാപ്പയടിക്കുന്ന അന്തംകമ്മികളുടെ നീക്കം സത്യത്തിൽ ബ്രഹ്മാണ്ഡ മണ്ടത്തരമല്ലേ? സംഘി എന്ന വിശേഷണത്തിൽ ചാരി ഹൈന്ദവ വിശ്വാസത്തെയും ഹൈന്ദവ സമൂഹത്തെയും ഒന്നടങ്കം സുഡു നിയന്ത്രിത ബുദ്ധിയുമായി അന്തംകമ്മികൾ ആക്ഷേപിച്ചപ്പോൾ പോങ്ങൻ അതിനെതിരെ നവമാധ്യമങ്ങളിലൂടെ ആകാവുന്ന വിധം അറിയാവുന്ന പ്രകാരം പ്രതികരിച്ചു എന്നുള്ളതാണ് നേരം. സുഡാപ്പികളും കമ്മികളും കൂടി എനിക്ക് സംഘിപ്പട്ടം അനുവദിച്ച് നൽകുകയും ചെയ്തു. 2013 തന്നെ കമ്മി സുഡുക്കൾ എന്നെ ഒരു പൂർണ്ണകായ സംഘിയായി മാറ്റിക്കഴിഞ്ഞിരുന്നു. ഒരു തവണ പോലും ഞാൻ ആ വിളിയെ തള്ളി പറഞ്ഞില്ല, നിഷേധിച്ചില്ല.
ചാണകത്തലയനെന്ന് പരിഹസിച്ചപ്പോഴും സാമൂഹ്യ വിപത്തായ വർഗീയവാദി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോഴും ഞാൻ എൻ്റെ സംഘിപ്പട്ടം അഴിച്ചുവെച്ചുമില്ല. ഇന്ന് സാമൂഹ്യ സാഹചര്യം മാറി. ഓൺലൈൻ സംഘികൾ അതിശക്തരായി. സംഘി എന്ന വിളി വളരെ അഭിമാനമായി മാറി. സംഘികൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടി പടവെട്ടാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി. കമ്മികൾക്കൊപ്പം കൂടിയാൽ ലഭിക്കുമായിരുന്ന ലാഭങ്ങളൊക്കെ സംഘികൾക്കൊപ്പം കൂടിയാലും തരപ്പെടുമെന്ന് പറയുന്ന നില ഏറെക്കുറെ വന്നു. കമ്മികളും കൊങ്ങികളും വരെ ഇന്ന് സംഘികളായി അഭിനയിച്ച് സാധു ഹൈന്ദവരെ സമൂലം കാശാക്കി തുടങ്ങി. സുടുക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന സംഘി നേതാക്കൾ പോലും ഉണ്ട് എന്ന് സംശയിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ വന്നു നിന്നു. ദേശീയതയും ഹൈന്ദവതയും ഒക്കെ ഒരു വികാരം എന്ന നിലയിൽ നിന്ന് വലിയ വരുമാന മാർഗം എന്ന തരത്തിലേക്ക് വിപണിപ്പെട്ടു. ശരിയല്ലേ? എന്റെ ദേശീയ ബുദ്ധി എന്റെ അഭിമാനത്തിന്റെ നട്ടെല്ലായിട്ടാണ് ഞാൻ കണ്ടത്. എന്റെ ഹൈന്ദവത പൂർണ്ണമായും എന്റെ സ്വത്വമാണ്, അതെന്റെ വരുമാന മാർഗമല്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതിനെ. എന്നാൽ എന്റെ അഭിമാനത്തിനും എന്റെ സ്വത്വത്തിനും മൂല്യമില്ല എന്ന് ധരിക്കുകയും അങ്ങനെ എന്നെ ധരിപ്പിക്കുകയും ചെയ്യുന്ന കച്ചവട ബുദ്ധരുടെ ദേശീയ ബുദ്ധിക്കും ഹൈന്ദവ പ്രേമത്തിനും ഇരപ്പെട്ടു കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. സംഘികൾ ദുർബലമായി കാണപ്പെട്ട കാലത്ത് പോങ്ങൻ തീർച്ചയായിട്ടും അവർക്കൊപ്പമാണ് നിന്നത്. അതവരുടെ ദൗർബല്യം മനസ്സിലാക്കിയിട്ടാണ്. അവർ ശക്തരായതുകൊണ്ടല്ല, സംഘടിത ബുദ്ധരായതുകൊണ്ടല്ല. സംഘികളെയും ഹൈന്ദവരെയും അകാരണമായി അധിക്ഷേപിച്ചവർക്ക് നേരെ എന്നെ കൊണ്ട് സാധിക്കുന്ന അത്രയും ഉച്ചത്തിൽ ഞാൻ കുരച്ചു. വളരെ ആത്മാർത്ഥമായി തന്നെ കുരച്ചു. സ്വാർത്ഥ ബുദ്ധിയോ വളർച്ചാമോഹമോ ഇല്ലാതെ തികഞ്ഞ പോങ്ങനായി തന്നെ ഞാൻ പ്രതികരിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സൗഹൃദ നഷ്ടങ്ങളാണ് ഏറ്റവും വലിയ നഷ്ടമായിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് പേർ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോങ്ങ നീ പരസ്യമായി വന്ന് ഞങ്ങൾക്ക് കമന്റുകളൊന്നും തരരുത്, ഞങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്റെ സാന്നിധ്യം പരസ്യമായി നീ പ്രകടിപ്പിക്കരുത്. പച്ചക്ക് എന്നോട് പറഞ്ഞിട്ടുള്ള കൂറ്റൻ സഖാക്കളുണ്ട്. തെരുവ് വേശ്യയുടെ കൂട്ടായി പോയി ഞാൻ. പകൽ സമയത്ത് ആട്ടിയകറ്റുക, രാത്രിയാകുമ്പോൾ പതിയെ ചേർത്ത് പിടിക്കുക. അതുപോലായിരുന്നു. മെസ്സേജിൽ വരും, ഇൻബോക്സിൽ വരും, മെയിലുകളിൽ വരും. പരസ്യമായി എനിക്ക് കമന്റോ ലൈക്കോ തരില്ല. അവഗണിച്ച് അവശനാക്കി. എന്റെ സാന്നിധ്യം പല സാംസ്കാരിക സമ്പന്നരും ഭയന്നു. സംഖ്യയായതുകൊണ്ട് ഞാൻ കൊള്ളാത്തവനായി മാറി. അന്നും ഞാൻ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. എന്നിട്ടും ഞാൻ കേട്ടത് സംഖ്യ എന്നുള്ള വിളിയാണ്. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സൗഹൃദ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുഴപ്പം തോന്നിയില്ല. കാരണം ഒറ്റത്തടി, ആഡംബര പ്രേമമില്ല. അകത്തെ വിശപ്പാറ്റാനും പുറത്തെ നാണം മറയ്ക്കാനും ഉള്ളത് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുമുണ്ട്. ഇപ്പോഴും പറ്റുന്നുണ്ട്. സമ്പാദിക്കാനുള്ളത് കിട്ടാറില്ല. എങ്കിലും ഞാൻ എൻ്റെ അഭിമാനത്തെയും സ്വത്വത്തെയും ഒന്നും വിൽക്കാൻ നിന്നില്ല. ആരിൽ നിന്നും ഒരു രൂപയും വാങ്ങി നിങ്ങൾക്ക് മുന്നിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഒരു സമയത്തെയും ഞാൻ തീർച്ചയായിട്ടും വിറ്റ് കാശാക്കിയിട്ടില്ല. എൻ്റെ തലയിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളൂ. എന്നാൽ കാശ് വാങ്ങി സംഖ്യകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദേശീയവാദികളായിട്ടുള്ള ഹൈന്ദവ ബുദ്ധർ ഈ മണ്ണിലുണ്ടെന്ന് സംശയത്തിന് സ്ഥാനമില്ലാത്ത വിധം അറിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ്. ഈ പോങ്ങൻ അന്നാണ് അറിയുന്നത്. അതിനു മുന്നേ സംശയങ്ങളേ ഉള്ളൂ. സംശയത്തിന് സ്ഥാനമില്ലാത്ത വിധം അറിഞ്ഞത് അപ്പോഴാണ്. എനിക്ക് പക്ഷെ അതിൽ കെറുവോ കുശുമ്പോ ഒന്നും തോന്നിയിട്ടില്ല. പണം വാങ്ങുന്ന ആളുകളോട് അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളെ എനിക്ക് അവരുടെ വിരോധമോ വെറുപ്പോ കുശുമ്പോ അസൂയയോ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. കാരണം കലികാലം കൗശലക്കാർക്കുള്ളതാണെന്ന നല്ല ബോധ്യം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടെന്നേ. കലികാലം കൗശലക്കാർക്കുള്ളതാണ്. കടം കയറി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കുടുംബത്തോടുകൂടി ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ നാട്ടിലുണ്ട്, ഇല്ലേ? ഒരുപാട് പേരാണ്. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ പോയതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്, ദാരിദ്ര്യം കൊണ്ട്. അതേസമയം വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് കൃത്രിമ സ്തനവും നിർമ്മിത നിതംബവും സമ്മാനിച്ച് അവളെ വ്യഭിചാര വ്യവസായത്തിലേക്ക് ഇറക്കി ജന്മനാ ഉള്ള ദാരിദ്ര്യ നിഗ്രഹം നടത്തുന്നവരും വർഷാവർഷം പുത്തൻ കാറും ആഡംബര വെടിപ്പുരകളും സ്വന്തമാക്കി അത്യുന്നതമായിട്ടുള്ള സാമൂഹ്യ മൂല്യത്തോടുകൂടി വളരെ കോടീശ്വരരായി കഴിയുന്നവരുമുണ്ട് ഈ നാട്ടിൽ, ഇല്ലേ? പോങ്ങന്റെ മനസ്സിന് വ്യഭിചാര വ്യവസായികളെ ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ നാക്കിനെയും അഭിമാനത്തെയും സ്വത്വത്തെയും കൂട്ടിക്കൊടുക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും അത് സാധിക്കില്ല. എന്നാൽ അതേസമയം സ്വന്തം നാക്കിന്റെ പിമ്പായി പ്രവർത്തിച്ച സമ്പത്തും സാമൂഹ്യ മൂല്യവും ഉണ്ടാക്കുന്നവരെ പഴിക്കുകയുമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെയുണ്ട്. കാലം കലികാലമാണ്. കൗശലക്കാരെ വാഴൂ. എന്തായാലും ധനസമ്പാദനത്തിനായി സ്വന്തം നാക്കിനെ കൂട്ടിക്കൊടുക്കുന്ന ഒരു നാവാടിയാണെന്ന ദുഷ്പേർ കേൾപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വ്യക്തമായി പോങ്ങൻ പറഞ്ഞത്. ഇനിയും സംശയമുണ്ടെങ്കിൽ കാട് കയറുന്ന എന്റെ വീട് ഞാൻ കാണിക്കും. നാണക്കേട് കൊണ്ടാണ് കാണിക്കാത്തത്. ചോരുന്ന കൂരയും കാണിച്ചു തരും. കാശ് മേടിച്ച് പണിയുന്നവനാണെന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ വളരെ മെച്ചമായിരിക്കും. പലരും കമന്റ് ബോക്സിൽ വന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാശ് മേടിച്ചിട്ട് സംസാരിച്ചു എന്ന്. കാശ് മേടിച്ചിട്ടില്ല, കുടിക്കാനുള്ളത് മേടിച്ചിട്ടില്ല, തിന്നാനുള്ളത് മേടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
ആരിൽ നിന്നും 10 പൈസ മേടിച്ചിട്ടല്ല ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. സംഘി എന്ന പട്ടം ഉപേക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ച പല പല ഘടകങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞു 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 മുറിവുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ പറ്റിയാണ് പോങ്ങൻ ഇനി പറയാൻ പോകുന്നത്. ആ കാര്യം ശരിയായി മനസ്സിലാക്കാൻ, തെറ്റിദ്ധാരണ കൂടാതെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പോങ്ങൻ പറയാം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന തെറ്റിദ്ധാരണ ആ ഉദാഹരണത്തിന് മാറ്റാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തി എന്ന് പറയുന്ന ഒരു സമാധാനം എനിക്ക് ഉണ്ടാകും. അതുകൊണ്ട് പറയാം, 1996 കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു പീഡന കേസുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ രാഷ്ട്രീയ നേതാക്കളും മറ്റ് പൗരപ്രമുഖരുമടക്കം 10-50ഓളം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു. സൂര്യനെല്ലി കേസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അറിയപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന മട്ടിൽ അക്കാലത്ത് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്രയും പേർ പീഡിപ്പിച്ചിട്ടും അവൾക്കത് പീഡനമായിരുന്നുവെന്ന് അറിയില്ലേ എന്നും, ഒരു പീഡന സ്ഥലത്തു നിന്നും മറ്റൊരു പീഡന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, അത് ബസ്സിലോ മറ്റോ ആണ് അവരെ കൊണ്ടുപോയിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ബഹളം വെച്ച് എന്തുകൊണ്ട് പ്രതിഷേധിച്ച ആളെ കൂട്ടിയില്ല എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. ഒരു കുത്തലാണ്. ആ പെൺകുട്ടിയുടെ അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും അപമാനവും അത് മനസ്സിലാക്കാൻ ത്രാണിയില്ലാതെ അവൾ ഇതൊക്കെ ആസ്വദിച്ചു എന്നുള്ള മട്ടിൽ ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അന്നും പറഞ്ഞിരുന്നു. സമാനമായ ഒരു മാനഭംഗത്തിന്, സമാനം എന്ന് പറയാൻ പറ്റില്ല, ശാരീരികമായിട്ടുള്ള മാനഭംഗമല്ല, അതല്ലാത്ത തരത്തിലുള്ള മാനഭംഗത്തിന് പോങ്ങൻ നിരന്തരം ഇരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവരം കുറച്ചുനാൾ മുന്നെയാണ് വാസ്തവത്തിൽ പോങ്ങൻ അറിഞ്ഞത്. അന്ന് മുതൽ പ്രതിഷേധം അറിയിക്കാനുള്ള നീക്കത്തിലുമായിരുന്നു ഈ പോങ്ങൻ. പല ആലോചനകളും വെച്ചു പുലർത്തി. എനിക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടായി. ഞാൻ എന്താണ് ഇനി സംസാരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഇനി തുടർന്ന് സംസാരിക്കേണ്ടതുണ്ടോ എന്ന് പോലുമുള്ള സംശയങ്ങളൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഒരു തീരുമാനത്തിലെത്തി. പുതുവത്സരമാണ് അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സമയം എന്ന് തോന്നിയതിനാൽ ഇന്നേക്ക് ആ പ്രതിഷേധം മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പോകാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് എന്റെ അഭിമാനത്തിന്റെ നട്ടലിലാണ് എന്റെ ദേശീയ ബുദ്ധി എന്നും, അതുപോലെ എന്റെ സ്വത്വമാണ് ഹൈന്ദവതയെന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ലേ. ഒപ്പം എന്റെ അഭിമാനത്തിനും സ്വത്വത്തിനും മൂല്യമില്ല എന്ന ധാരണയിൽ എന്നെ സമീപിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഇരപ്പെടാനും എനിക്ക് സൗകര്യമില്ല. ആ ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ഒരു മനോഭാവം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കി. രണ്ടിനെയും വരുമാന മാർഗമാക്കുക എന്നത് എന്റെ ലക്ഷ്യമല്ല എന്നും ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ദയവായി ഓർക്കണം. ഇനിയൊരു കാര്യം പറയാം. കുറച്ചുനാൾ മുന്നേ എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരിൽ ഒരാൾ എനിക്കൊരു സന്ദേശം അയച്ചു വാട്സാപ്പിൽ. ഉന്നത സ്വാധീനശേഷിയുള്ള സംഖ്യകളൊക്കെ സ്വന്തം സൗഹൃദ വലയത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, ഈ സ്നേഹിതൻ. സംഖ്യകളായിട്ടുള്ള ആ സ്നേഹിതരുടെ ആവശ്യപ്രകാരം എൻ്റെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അദ്ദേഹം അവർക്ക് അയച്ചു കൊടുത്തു എന്നാണ് എന്നെ അറിയിച്ചത്. എനിക്കെന്തോ ഒരു നല്ല കാര്യം ചെയ്തു, എനിക്ക് വേണ്ടി അദ്ദേഹം എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു തോന്നിപ്പ് പകരുന്ന നിലയ്ക്കാണ് എന്നോട് അത് അവതരിപ്പിച്ചത്. വീഡിയോയുടെ ലിങ്ക് അല്ല, ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാനുള്ള സൗകര്യത്തിൽ വീഡിയോ പകർത്തി കൊടുക്കുകയാണ് ചെയ്തത്. ആ സംഖ്യകൾക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഇദ്ദേഹം അവർക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ആ വീഡിയോ വാട്സപ്പിൽ പ്ലേ ആവും, പക്ഷെ അതൊരു വ്യൂ ആവില്ല. യൂട്യൂബിൽ അതൊരു വ്യൂ ആയി മാറില്ല, അല്ലെ? എന്നാൽ ലിങ്കായിട്ട് അയക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു വ്യൂ കിട്ടും. തൊഴിൽ രഹിതനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ആ വ്യൂവിന് അതിജീവനത്തിന്റെ മൂല്യവുമുണ്ട്. സ്വാഭാവികമാണല്ലോ. അങ്ങനെയെങ്കിലും എനിക്കൊരു വ്യൂ കിട്ടട്ടെ എന്ന സഹകരണ ബുദ്ധി സംഖ്യകൾ എന്നോട് വെച്ച് പുലർത്തുന്നില്ല. ഒരൊറ്റ സംഭവത്തിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയെടുത്തതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ആ നിലയിൽ ചിന്തിക്കാൻ മാത്രമുള്ള അല്പത്തരം എനിക്കില്ല. എത്രയോ തവണ എനിക്ക് തന്നെ എൻ്റെ വീഡിയോ വാട്സപ്പിലൂടെ ഇതേപോലെ ലഭിച്ചിട്ടുണ്ട്. സന്തോഷിച്ചിട്ടേ ഉള്ളൂ. ഇത്രയൊക്കെ ആളുകളിലൂടെ അത് എനിക്ക് തന്നെ വരുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. 20,000-ൽ താഴെ മാത്രം വ്യൂ യൂട്യൂബിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ 8 ലക്ഷത്തിലധികം കാഴ്ചകളുമായി ഫേസ്ബുക്കിലെ ഒരു സംഘി ഗ്രൂപ്പിൽ കിടക്കുന്നത് പോങ്ങൻ കണ്ടു. ഞാനിട്ട് അതേ ദിവസം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടു. സ്വാഭാവികമായിട്ട് അവിടെ കാഴ്ചകൾ പെരുകി. എനിക്കത് കിട്ടിയില്ല. ഞാനൊരു തംബ്നെയിൽ വെക്കുന്ന, എന്തായാലും പറയുന്ന ഒരു വാട്ടർമാർക്ക് പോലും വെക്കുന്ന ഒരാളല്ല വീഡിയോയിൽ. എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു വാട്ടർമാർക്ക് ഞാനത് വെക്കാറില്ല. ഞാനൊരു സാമൂഹ്യ മൂല്യമുള്ള ഒരാളുമല്ല. അതുകൊണ്ട് എൻ്റെ പടം എവിടെയെങ്കിലും കണ്ടാൽ അത് ഇന്നയാളുടെ ചാനലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിലേക്ക് ആരും വരികയില്ല. അപ്പോൾ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒരു തരത്തിലും അത് സഹായിക്കില്ല അത്തരം കാഴ്ചകൾ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ സംഭവങ്ങൾ. എനിക്കതിലൊന്നും പരാതിയോ പരിഭവമോ ഒന്നും തോന്നിയിട്ടില്ല. ഞാനൊരു പോങ്ങനായതുകൊണ്ട് മാത്രമല്ല അങ്ങനെ തോന്നാതിരുന്നത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പോങ്ങനായതുകൊണ്ട് മാത്രമല്ല, അതാണ് എൻ്റെ പ്രകൃതം. എന്നാൽ ദേശീയതയെയും ഹൈന്ദവതയെയും വൈകാരികമായി സമീപിക്കാതെ വരുമാനമായി കണക്കാക്കുന്ന ഇനം സംഖ്യകൾക്ക് ചൂഷണം ചെയ്യാനായി അഭിമാനമായും സ്വത്വമായും ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ദേശീയ ബുദ്ധിയെയും
ഹൈന്ദവ സ്വത്വത്തെയും ഞാൻ ഇനി വിട്ടുകൊടുക്കുന്നില്ല ആർക്കും. പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും, സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം നിന്നോട്ടെ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? ഇത് പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ്. പോങ്ങൻ പൊട്ടനാവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോങ്ങനല്ല. ഹിന്ദുക്കളുടെ കാര്യം തീർച്ചയായിട്ടും ഹൈന്ദവ സംഘടനകൾ നോക്കിക്കോളും, ഭാരതത്തിൻ്റെ കാര്യം സംഘികളും നോക്കട്ടെ. പോങ്ങൻ ഇതിനൊന്നും പ്രാപ്തിയുള്ള ഒരാളല്ല. ഞാൻ എൻ്റെ സന്ദേഹങ്ങൾ പലപ്പോഴും വളരെ ഉച്ചത്തിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആത്മാർത്ഥമായിട്ടാണ്. അത് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷേ അതിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നു പോകും. ആ വഴി അടയ്ക്കുന്ന പരിപാടി ഒരു സുഡാപ്പി ചെയ്താൽ എനിക്ക് മനസ്സിലാവും, ഒരു കമ്മി ചെയ്താൽ എനിക്ക് മനസ്സിലാവും. കോൺഗ്രസ്സുകാർക്ക് എന്നോട് വലിയ വിരോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും അവർക്ക് എന്നോട് നല്ല കലിപ്പുണ്ട്. കാരണം ഞാൻ ഒരിക്കൽ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗണ്ഡി എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കുറേ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി. പിന്നീട് പലരും എന്നെ കാണാൻ വന്നില്ല. പിന്നെ ഞാൻ ഒരിക്കൽ പ്രിയങ്കയെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരിക്കൽ സോണിയെ വിമർശിച്ചിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്നു എന്ന് കരുതിക്കൊണ്ട് ഞാൻ വിമർശിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. എങ്കിലും കമ്മികൾക്കും സുഡാപ്പികൾക്കും നമ്മളോടുള്ള ഒരു വിരോധം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം തീവ്ര വലതു വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരുന്ന് ഒരുത്തൻ കുരയ്ക്കുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. കാരണം അയാൾക്ക് ഈ ലോകത്ത് ജീവിക്കണം. കടം മേടിക്കേണ്ട സാഹചര്യം ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല അല്ലേ? എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഉണ്ടാവണം. ആരും കഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ അതൊരു സഹായമാണ്, സഹകരണമാണ്. ഞാൻ ഈ ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന കുര ഇന്ത്യ വിരുദ്ധമായിട്ടാണ് കുരയ്ക്കുന്നതെങ്കിൽ, ദേശീയ വിരുദ്ധമായിട്ടാണ് കുരയ്ക്കുന്നതെങ്കിൽ, ഹൈന്ദവ വിരുദ്ധമായിട്ടാണ് കുരയ്ക്കുന്നതെങ്കിൽ എനിക്ക് എത്രയോ വലിയ സ്വീകാര്യത ലഭിക്കുമായിരുന്നു. അതൊന്നും അറിയാൻ വയ്യാത്തൊരു പൊട്ടനല്ലല്ലോ ഈ പോങ്ങൻ. എന്റെ വിഷമം ഇതാണ്. അറിഞ്ഞോ അറിയാതെയോ മിത്രങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വേദന തോന്നില്ലേ? എന്റെ ഹൈന്ദവ സ്വത്വത്തിനും ദേശീയ ബുദ്ധിക്കും സൂര്യനെല്ലി പെൺകുട്ടിയുടെ ഗതി വരുത്താതെ നോക്കേണ്ടത് തീർച്ചയായിട്ടും എന്റെ മാത്രം ചുമതലയാണെന്നീ. ഞാനല്ലേ അത് ചെയ്യേണ്ടത്. 2012-13 കാലത്ത് സുഡുബാധിതരായിട്ടുള്ള അന്തംഗമ്മികളുടെ പരിഹാസത്തിൽ നിന്ന് സംഘികളെ രക്ഷിക്കാൻ ഇന്ന് കാണുന്ന ഒരൊറ്റ പോരാളി സംഖ്യയെയും പോങ്ങനെന്ന് കണ്ടിട്ടില്ല. സംഘികൾക്ക് വേണ്ടി കുരച്ചതിന് കിട്ടിയിട്ടുള്ള കല്ലേറ്, അതിൻ്റെ വേദന പോങ്ങനിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോയിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുമാത്രം സൗഹൃദ നഷ്ടം എനിക്കുണ്ടായി. പോങ്ങാൻ, നീ പരസ്യമായിട്ട് എൻ്റെ പ്രൊഫൈലിൽ വന്ന് സാന്നിധ്യം അറിയിക്കരുതേ എന്ന് വളരെ രഹസ്യമായിട്ട് ഇൻബോക്സിൽ വന്ന് പറഞ്ഞ ആളുകളുണ്ടെന്നേ ഞാൻ പറഞ്ഞില്ലേ? വേശ്യയ്ക്ക് സമമായിരുന്നില്ലേ എൻ്റെ ഒരു അവസ്ഥ? ഞാൻ പിന്നീട് ഫേസ്ബുക്കിൽ നിന്ന് എത്രയോ പേരെ ഞാൻ സ്വന്തം നിലയിൽ എടുത്തു കളഞ്ഞു, അൺഫ്രണ്ട് ചെയ്ത് ഞാൻ പോയി. ആർക്കൊക്കെയാണ് വിഷമം തോന്നുകയെന്ന് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട്, പോങ്ങൻ്റെ സാന്നിധ്യം ആരെയൊക്കെയാണ് നാണക്കേടിൽ ആഴ്ത്തുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് മൂത്ത കമ്മികളൊക്കെ പോങ്ങൻ എടുത്ത് കളയുക ചെയ്ത് സ്വന്തം നിലയിൽ. പലരും എന്നെയും കളഞ്ഞു, ഞാനും കുറേ പേരെ കളഞ്ഞു. സൗഹൃദ നഷ്ടം ചില്ലറയല്ല. എന്തായാലും പോങ്ങൻ്റെ പോങ്ങത്വം വിറ്റു തിന്നാൻ ഒരുത്തനെ ഞാൻ ഇനി അനുവദിക്കില്ല. പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ സൂര്യനെല്ലി പെൺകുട്ടി കാമുകനോടൊത്ത് കിടന്നു കൊടുക്കുന്നത് പോലെ അല്ലല്ലോ ആ നാട്ടുകാർ കയറി മേയുമ്പോൾ, അല്ലേ? എന്തുമാത്രം പ്രയാസം ഉണ്ടാവും. നിങ്ങളതൊന്നും ആലോചിച്ച് നോക്കാം. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്തെ ഒരു പോയിന്റ് അതാണ്, അല്ലേ? പറ്റിക്കരുത്, ആക്കി വിടരുത്. കാശ് വാങ്ങി കുരയ്ക്കുന്ന സ്വാർത്ഥ ബുദ്ധർക്ക് ആദരവും കാശ് വാങ്ങാതെ കടിക്കുന്ന പോങ്ങനിട്ട് ഊടുപാട് ബലാത്സംഗവും എന്ന് മാത്രമോ? ബലാത്സംഗത്തിന് ശേഷം മൂത്ത സംഖ്യകളുടെ വക ഒരു കൊണവധികാരവും കൂടിയുണ്ട് പോങ്ങന്റെ ചെവിയിലോട്ട്. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്തോളൂ പോങ്ങാന്ന്. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്തോളൂ പോങ്ങാന്ന്. ഭഗവാൻ പറഞ്ഞത് പോങ്ങൻ ചെയ്തോളാം കേട്ടോ. ഭഗവാൻ പറഞ്ഞത് പോങ്ങൻ ചെയ്തോളാം. ഭക്തന്മാർ ഭഗവാന്റെ വാക്കുകളെടുത്ത് പോങ്ങന്റെ ചെവിയിലോട്ട് ഒഴിക്കണ്ട. നിനക്കൊക്കെ മറ്റുള്ളവന്റെ കർമ്മമെടുത്ത് ഫലമുണ്ണാം, അല്ലേ? അതിന് കുഴപ്പമില്ല. അതങ്ങോട്ട് കൗബീനാന്തർഭാഗത്ത് കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. പോങ്ങന്റെ ചെവിയിലോട്ട് വേണ്ട. ഇതേ മട്ടിൽ ഒരു 1-2 സംസാരം കൂടി പോങ്ങൻ നടത്തും. എന്നാലേ എനിക്ക് എൻ്റെ ഇനി മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റൂ. നെല്ലും പതിരുമൊക്കെ തിരിക്കേണ്ട നേരമായി കഴിഞ്ഞു. പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാം. പ്രബുദ്ധ കേരളത്തിൽ 2-2.5 ലക്ഷം പേരൊന്നും പോങ്ങന്മാരായിട്ടില്ല എന്ന് ഈ മുത്തുപോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പോങ്ങ ബുദ്ധരല്ലാത്ത ആളുകൾ ഇനി മുതൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യരുത്. പോങ്ങ ബുദ്ധിയില്ലാത്ത ആളുകൾ ദയവായി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനുള്ള സന്മനസ് കാണിക്കുകയും വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഒപ്പമുള്ളവർക്ക് ഉമ്മ.
അത്രയേ ഉള്ളൂ. ഇനിയും പോകനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് ഞാനിനി സംഖ്യയല്ല, കൊങ്ങിയല്ല, കമ്മിയല്ല, സുഡാപ്പിയല്ല. പോങ്ങൻ വെറുപ്പിന്റെ വിതരണശാലയിൽ നിന്ന് സ്നേഹക്കട തേടി പോകുന്ന ഒരുത്തനല്ല. അങ്ങനെ കൂട്ടണ്ട. ഞാൻ ഒന്നിനുമില്ല. ഒരു കക്ഷി രാഷ്ട്രീയത്തോടും പോങ്ങൻ ചേർന്ന് നിൽക്കുന്ന പരിപാടിയില്ല.